മടങ്ങിയെത്താൻ ചർച്ചയിലേക്ക് ശ്രീ വി കെ സനോജ്, കരുവന്നൂർ 2 തവണ ഉന്നയിക്കുന്നു. പക്ഷേ ഇത്തവണ അദ്ദേഹം അത് കുറച്ചുകൂടി വൈകാരികമായി അവതരിപ്പിക്കുകയാണ്. നമുക്കറിയാം കരുവന്നൂർ വിഷയം അത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് അവരത് കൊണ്ടുവരുന്നത്. സുരേഷ് ഗോപി അവിടെ പദയാത്ര നടത്തുന്നു, സുരേഷ് ഗോപിയെ തൃശ്ശൂരിലെ സ്ഥാനാർത്ഥിയാക്കുന്നു. പിന്നീട് ആലത്തൂരിലെ സ്ഥാനാർത്ഥി വിളിച്ച് മോദിയോട് പറയുന്നു കരുവന്നൂർ വിഷയത്തിൽ ഒരു നടപടി ഉണ്ടാകുമെന്ന്. ആ, സ്ഥാനാർത്ഥിക്ക് ഉറപ്പു നൽകുന്നു. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഇന്നിപ്പോൾ പറയുന്നു കരുവന്നൂരിലെ നിക്ഷേപകർ ഇപ്പോഴും പണം കിട്ടാതെ കരയുകയാണ്. ആ കാര്യത്തിൽ പാവപ്പെട്ട ഒരുപാട് പെൺകുട്ടികളുടെ വിവാഹം മുടങ്ങിപ്പോയി. അങ്ങനെ പാവങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടിച്ച ഒരു സാഹചര്യമുണ്ട്. ഇതിൽ നിങ്ങളുടെ സേവകനായ മോദി ഇതാ നിൽക്കുന്നു നിങ്ങളെ സഹായിക്കാൻ എന്ന് പറയുമ്പോൾ അത് കേൾക്കാൻ ഒരുപാട് പേരുണ്ടാകും. ഞാൻ അതിലേക്ക് വരാം. നേരത്തെ കോൺഗ്രസ് നേതാവ് പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തെക്കുറിച്ചാണ്. അദ്ദേഹം സാധാരണ ചർച്ചയിൽ പറയാറുള്ള വാദങ്ങൾ കുറച്ചുകൂടി ശക്തമായി അവതരിപ്പിക്കുന്ന ഒരാളാണെന്ന് ഞാൻ കരുതിയത്. പക്ഷേ ഇന്നത്തെ വാദം വളരെ വളരെ ദുർബലമായിപ്പോയി. അദ്ദേഹം എന്താ പറയുന്നത്? മുഖ്യമന്ത്രി പറഞ്ഞത് കേരളത്തിൽ BJPക്ക് ഞങ്ങൾ 2ാം സ്ഥാനം പോലും കൊടുക്കില്ല. അതിനു മുന്നേ മുഖ്യമന്ത്രി കഴിഞ്ഞ 2021 പറഞ്ഞൊരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു. കേരളത്തിലെ അക്കൗണ്ട് പൂട്ടിക്കും എന്നാണ് പറഞ്ഞത്. കേരളത്തിലെ മതനിരപേക്ഷ സമൂഹം മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഏറ്റെടുത്തു. കേരളത്തിൽ ആകെ ഉണ്ടായിരുന്ന BJPയുടെ ഒരു സീറ്റും കൂടി ഇല്ലാതായി. BJP ഇപ്പം 0-ലേക്ക് എത്തി. ഇപ്പം എന്താ മുഖ്യമന്ത്രി പറഞ്ഞത്? മുഖ്യമന്ത്രി പറഞ്ഞത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് 2ാം സ്ഥാനം പോലും ഉണ്ടാവില്ല. അപ്പം അത്ര ശക്തമായ നിലയിൽ BJP വിരുദ്ധമായ ആശയത്തെ ഞങ്ങൾ പ്രചരിപ്പിക്കും എന്നാണ് അത് കേട്ടു നിൽക്കുന്ന ആളുകൾക്ക് ബോധ്യപ്പെടുക. പിന്നെ അനിൽ അക്കര പറയുന്നത് ഞങ്ങളെന്തോ ഇവരുമായിട്ട് വലിയ ഡീൽ ഉണ്ടാക്കി, അതിൻ്റെ ഭാഗമാണോ? ഇപ്പോൾ 2ാം സ്ഥാനം കൊടുക്കുകയാണെങ്കിൽ 1ാം സ്ഥാനം കൊടുക്കും എന്നൊക്കെയാണ് അദ്ദേഹം വ്യാഖ്യാനിക്കുന്നത്. അതൊക്കെ അദ്ദേഹത്തിൻ്റെ ചർച്ച കേൾക്കുന്ന ആളുകൾ വിലയിരുത്തട്ടെ, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. യഥാർത്ഥത്തിൽ ഡീൽ ഇപ്പോൾ ആരുമായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്? നിങ്ങളുടെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുമായിട്ടുള്ള ഡീല് നിങ്ങളെ ആളുകൾ ഭയപ്പെട്ടിട്ട് അങ്ങോട്ട് പോവുകയാണ്. അശോക് ചവാൻ എന്ന് പറയുന്ന നേതാവ് നിങ്ങളുടെ നേതാവല്ലേ, മഹാരാഷ്ട്രയിലല്ലേ? എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ആരോപണം? എന്തായിരുന്നു കേസ്? ഇപ്പോൾ ആ കേസിൻ്റെ അവസ്ഥ എന്താ? അദ്ദേഹം ഇന്ത്യയിലെ സൈനികർക്ക് നിർമ്മിച്ച ഫ്ലാറ്റിൽ അഴിമതി നടത്തി, വലിയ രൂപത്തിൽ BJP അദ്ദേഹത്തെ തുറങ്കിലടക്കുമെന്നൊക്കെയുള്ള പ്രഖ്യാപനം നടത്തി. അവസാനം അശോക് ചവാൻ BJP ഓഫീസിൽ പോയി BJP മെമ്പർഷിപ്പ് എടുത്തു, അവിടെ പാളയത്തിലേക്ക് പോയി. എത്ര ആളുകൾ കാണാൻ പറ്റും? ഹിമന്ത് ബിശ്വ ശർമ്മ എങ്ങനെയാണ്? അദ്ദേഹത്തിൻ്റെ കേസ് ഇപ്പോൾ എന്തായി? ബീരൻ സിംഗ് ആരായിരുന്നു? ബീരൻ സിംഗ് ഇപ്പോൾ ആരുടെ മുഖ്യമന്ത്രിയാണ്? എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ പേരിലുള്ള കേസ്? അതുപോലെ തന്നെ ഇപ്പോൾ കോൺഗ്രസിൽ നിന്നും BJPയിലേക്ക് പോയ നേതാക്കളുടെ എണ്ണം ഒരുപാടുണ്ട്. അല്ല, അതൊരു ഡീലായിട്ട് എങ്ങനെയാണ് അവതരിപ്പിക്കുന്നത്? പറയട്ടെ. അദ്ദേഹം പറഞ്ഞ ഡീൽ ഉണ്ടാക്കിയെന്നാണ്. ഡീൽ ഉണ്ടാക്കിയത് കോൺഗ്രസിന്റെ മുൻ മുഖ്യമന്ത്രിമാരും കോൺഗ്രസിന്റെ MPമാരും കോൺഗ്രസിന്റെ സമുന്നതരായ നേതാക്കന്മാരുമാണ് BJPയുമായി ഡീൽ ഉണ്ടാക്കിയത്. അപ്പോൾ അദ്ദേഹം ഡീലിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ ആളുകൾ ഡീൽ ഉണ്ടാക്കിയിട്ട് ഓരോ ദിവസം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡീലെല്ലാം അവിടെയാണ് ചർച്ച ചെയ്യേണ്ടത്. നിങ്ങളുടെ KPCC യോഗത്തിൽ പോയിട്ട് അതിൽ അക്കരെ ചർച്ച ചെയ്യണം. നിങ്ങൾ AICC മെമ്പറെന്ന് എനിക്കറിയില്ല, AICC നിങ്ങൾ അവിടെയാണ് ചർച്ച ചെയ്യേണ്ടത്. അത് ഇടതുപക്ഷത്തിന്റെ ആള് ഡീലെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത് BJPയുമായി അതിശക്തമായ ഫൈറ്റാണ്. നിങ്ങളറിയോ, ഗുജറാത്തിൽ ബൽക്കീസ് ബാനു കേസിൽ പ്രതികളെ തുറന്നു വിട്ടപ്പോൾ അതിനെതിരായിട്ട് അതിശക്തമായി സുപ്രീം കോടതി വരെ പോയിട്ട് BJP ഗവൺമെന്റിനെതിരായിട്ട് ആ പുറത്തുവിട്ട പ്രതികളെ തിരിച്ച് സുപ്രീം കോടതിയെ കൊണ്ട് പറയിപ്പിച്ചു ജയിലിലേക്ക് അടക്കണമെന്ന്. ആരാ നിന്നത്? ആരാ BJPക്കെതിരായി നിന്നത്? എത്രയെത്ര ഉദാഹരണങ്ങൾ കാണാൻ വേണ്ടി കഴിയും. ഡൽഹിയിൽ ഈ BJP ഗവൺമെന്റ് ബുൾഡോസർ ഉപയോഗിച്ച് ന്യൂനപക്ഷങ്ങളുടെ വീടുകൾ തകർത്ത സംഭവം ഉണ്ടായി. അതിന് മുന്നിൽ കയറി നിന്നിട്ട് ഒരടി പോലും നിങ്ങൾ മുന്നോട്ട് പോകരുത് എന്ന് പറയാൻ ധൈര്യമുള്ള ഒരു നേതാവേ അവിടെ ഉണ്ടായിട്ടുള്ളൂ. അത് പ്രിയങ്ക ഗാന്ധി അല്ല, അത് CPMന്റെ PB അംഗം ബൃന്ദ കാരാട്ട. നേരത്തെ കോടതിയിൽ പോയതാരാ? എല്ലാം ഇടതുപക്ഷത്തിന്റെ ആളുകളാ. ഡൽഹി കലാപത്തിന്റെ നാളുകളിൽ അവിടെ പ്രതികരിക്കപ്പെട്ടതാരാ? അത് സീതാറാം യെച്ചൂരിയുടെ പേരാണ്. സീതാറാം യെച്ചൂരിയുടെ പേരാണ് കുറ്റപത്രത്തിൽ BJP ഉൾപ്പെടുത്തിയത്, കോൺഗ്രസ് നേതാക്കന്മാരുടെ പേരല്ല. അപ്പോൾ ഏത് സന്ദർഭത്തിലും BJP വിരുദ്ധമായ ആശയത്തെ മുൻനിർത്തി രാജ്യത്തുടനീളം അതിശക്തമായ ക്യാമ്പയിൻ CPIM ഇടതുപക്ഷമാണ് സംഘടിപ്പിക്കുന്നത്. ആ ഇടതുപക്ഷത്തിന് അനിൽ അക്കരെ പോലുള്ള ഒരാളുടെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല, കോൺഗ്രസിന്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. ഇടതുപക്ഷം BJP വിരുദ്ധമായ ഒരു ആശയത്തെ മുന്നോട്ട് നയിക്കുന്നു എന്നത് ഏതൊരാൾക്കും കാണാൻ വേണ്ടി കഴിയുന്ന കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ അത്തരം കാര്യങ്ങളുമായിട്ട് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി പുറപ്പെടേണ്ട. നരേന്ദ്രമോദി ഈ ദേശീയ തലത്തിൽ പല കാര്യങ്ങളും CPMന് ചൂണ്ടിക്കാണിക്കാനാകും. ഇവിടെ പിണറായി വിജയനും മോദിയും തമ്മിൽ ധാരണ എന്നുള്ളതാണ് പ്രധാനമായും സംസ്ഥാനത്ത് കോൺഗ്രസ് ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം. സനോജ്, ദേശീയ തലത്തിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ടാവും. തങ്ങളുടേതല്ലാത്ത 2 പേരെ ബലി കൊടുത്താലും 2 MPമാരെ സ്വർണ്ണത്താലത്തിൽ വെച്ച് CPM മോദിക്ക് കൊടുക്കും എന്നാണ് MM ഹസൻ പറഞ്ഞിരിക്കുന്നത്. അതുതന്നെ ഞാൻ പറഞ്ഞത്. കേരളത്തിലെ കോൺഗ്രസിന്
ദേശീയ തലത്തിൽ നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയമേ പിടികിട്ടിയിട്ടില്ല. ഇവരുടെ 18 എം പിമാർ അവിടെ ഉണ്ടല്ലോ. കഴിഞ്ഞ ദിവസം ഇവിടെ പത്തനംതിട്ട എം പിയോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചു, NIA ആക്ടിൽ ഭേദഗതി കൊണ്ടുവന്നപ്പോൾ നിങ്ങൾ എന്തായിരുന്നു അവിടെ നിലപാട് സ്വീകരിച്ചത്? എന്താ ആൻ്റോ ആന്റണി എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ MP ആ പത്തനംതിട്ട പ്രസ് ക്ലബ്ബിൽ വെച്ച് പറഞ്ഞത്? നമ്മൾ മറന്നുപോയോ? NIA ആക്ടിനകത്ത് ഒന്നിക്ക് അനുകൂലിച്ചു എന്നോ അല്ലെങ്കിൽ പ്രതികൂലിച്ചു എന്നോ പറയാൻ കഴിയുന്നില്ല. ഞാനൊന്ന് പഠിക്കട്ടെ എന്നാണ് പറഞ്ഞത്, ഞാനൊന്ന് ഓർമ്മിക്കട്ടെ എന്നാണ് പറഞ്ഞത്. അത്രയേ ഉള്ളൂ കോൺഗ്രസിൻ്റെ അവസ്ഥ. അതുകൊണ്ട് 18 അല്ല 20 ആളുകൾ ഇവരങ്ങോട്ട് പോയി കഴിഞ്ഞാലും പ്രത്യേകിച്ച് BJPക്ക് ഇവരൊരു ഭീഷണിയല്ല. അമിത്ഷാ പറഞ്ഞു, ആരാണ് രാജ്യത്തിനെതിരായി നിൽക്കുന്നതെന്ന് ഞാൻ കാണട്ടെ എന്ന് പറഞ്ഞപ്പോൾ മുട്ടിടിച്ചിട്ട് ഈ കേരളത്തിലെ കോൺഗ്രസിൻ്റെ സകല MP മാരും അനുകൂലമായി ശബ്ദ വോട്ടിൽ അതിൻ്റെ ഭാഗമായി നിന്നുകൊടുത്തല്ലോ. ലീഗിൻ്റെ 2 ആളുകൾ വിട്ടുവന്നു. പക്ഷേ എതിർത്ത് വോട്ട് ചെയ്യാൻ അവിടെ ആരിഫ് MP മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് ഡീല് ആരുമായിട്ടാണെന്നെല്ലാം ആളുകൾക്ക് വ്യക്തമല്ലേ? വളരെ വളരെ വ്യക്തമാണ്. അതുകൊണ്ട് ഞാൻ ആ കാര്യങ്ങളെ കൂടുതൽ കിടക്കുന്നില്ല. ഇവിടെ 16,255 ബാങ്കുണ്ട് സ്മൃതി. കേരളത്തിൽ 16,255, 272 സഹകരണ ബാങ്കിലാണ് ക്രമക്കേട് നടന്നിട്ടുള്ളത്. അതിനകത്ത് 202 ബാങ്കും ഭരിക്കുന്നത് UDFൻ്റെ ആളുകളാണ്. ഈ BJP വക്താവായിട്ടുള്ള യുവരാജിൻ്റെ പാർട്ടി ഭരിക്കുന്ന ബാങ്ക് 10 ബാങ്കിൽ അവിടെ ക്രമക്കേട് നടന്നിട്ടുണ്ട്. ഇപ്പോൾ യുവരാജ് വലിയ അഴിമതി വീരനായിട്ടല്ലേ അഴിമതിയുടെ എതിരായിട്ടല്ലേ പറയുന്നത്? എന്താ പറയുന്നത് കണക്ക്? 2016 UK ഇവിടുന്ന് ഒരാൾ കടന്നു, വിജയ് മല്യ എന്ന അദ്ദേഹത്തിൻ്റെ പേര്. 9,000 കോടി ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നും അടിച്ചു മാറ്റിയിട്ട് അങ്ങോട്ട് പോയത്. നീരവ് മോഡി 13,000 കോടിയാണ് അടിച്ചു മാറ്റി പോയത്. എന്താ നിലപാട് സ്വീകരിച്ചത്? ആ 13,000 കോടിയെക്കുറിച്ച് ആശങ്കയില്ല. ഇന്ത്യയിലെ 9,000 കോടിയെക്കുറിച്ച് ആശങ്കയില്ല. ഈ ഇലക്ട്രൽ ബോണ്ട് വഴി പക്ക അഴിമതിയിൽ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇലക്ട്രൽ ബോണ്ട് വഴി ഇവർ പണം വാങ്ങിയിട്ടുള്ള കമ്പനികൾ നിങ്ങൾ നോക്ക്. ഇന്ത്യയിലെ മരുന്ന് കമ്പനികളിൽ നിന്ന് പണം വാങ്ങി. ഇവിടെ UK അമേരിക്കയിൽ ഉൾപ്പെടെ നിരോധിച്ച മരുന്നുകൾക്ക് ഇന്ത്യയിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് വിതരണം ചെയ്യാനുള്ള അവകാശം പണം വാങ്ങിയിട്ട് അങ്ങോട്ട് കൊടുത്തു. ഏതാണ്ട് 7.5% പണം ഈ മൊത്തത്തിൽ വാങ്ങിയ ഇലക്ട്രൽ ബോർഡിന് 7.5% പണവും ഈ മരുന്ന് കമ്പനികളിൽ നിന്നാണ് വാങ്ങിയത്. നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തല്ലോ, BEML എന്ന് പറയുന്ന പാലക്കാട് നമ്മുടെ ഈ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥാപനമല്ലേ, പൊതുമേഖലാ സ്ഥാപനം. 50,400 കോടി അതിൻ്റെ ആസ്തി. അതായിരിക്കാം കൊടുത്തത് നമ്മുടെ മേഘ ഗ്രൂപ്പ്. ഇപ്പോൾ ഈ ഇലക്ട്രൽ ബോർഡിൻ്റെ ഭാഗമായി ഏറ്റവും കൂടുതൽ പണം കൊടുത്ത ഒരു കോർപ്പറേറ്റ് സ്ഥാപനം. ആ മേഘ ഗ്രൂപ്പിൽ നിന്ന് BJP 740 കൂടുതൽ കോടി വാങ്ങി. കോൺഗ്രസ് വാങ്ങിയിട്ടുണ്ട് 343 കോടി മറ്റോ. ഈ BJPയും കോൺഗ്രസും കൂടി എണ്ണി വാങ്ങിയിട്ട് കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട 50,400 കോടി ആസ്തിയുള്ള ഒരു സ്ഥാപനം അങ്ങോട്ട് കൊടുത്തു. എന്നിട്ട് ഇപ്പം അഴിമതിയെക്കുറിച്ച് പറയുന്നു, ഈ മറ്റേ ഇതിനെക്കുറിച്ചൊക്കെ ഇവിടെ വലിയ പ്രസംഗം നടത്തുകയാണ്. അതുകൊണ്ട് ജനങ്ങൾ ഇതെല്ലാം വീക്ഷിക്കുന്നുണ്ട്. ഇലക്ട്രൽ ബോണ്ട് വഴി ഏറ്റവും വലിയ അഴിമതി ഈ NDA സർക്കാരാണ് നടത്തിയതെന്ന വാദം പ്രതിപക്ഷം അതിശക്തമായി ഉന്നയിക്കുന്നുണ്ട്. അതിന്റെ തെളിവുകൾ ഇതിനകം പുറത്തു വന്നതാണ്. സ്മൃതി, അതിനകത്ത് അങ്ങനെ തെളിവ് ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.